ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ഒരു ഫോണിൻ്റെ റിവ്യൂ ആണ്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോൺ, ഒരു 20,000 രൂപയുടെ താഴെ അത്യാവശ്യം ഫീച്ചേഴ്സ് പാക്ഡ് ആയിട്ടുള്ളൊരു ഫോൺ വേറെ ഒന്നുമല്ല, CMF ഫോൺ 2 Pro ആണ്. അപ്പോൾ ഇതെടുക്കാനുണ്ടായ കാരണം എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ്. ആ സമയത്ത് ഒരു ഓഫർ പ്രൈസ് ഉണ്ടായിരുന്നു ഫ്ലിപ്കാർട്ടിൽ. ഇത് 256 GB വേരിയൻ്റ് ആണ്. അപ്പോൾ ഇതിന് 17,999 നമുക്ക് കിട്ടി. അതായത് 18,000 റുപ്പീസിന് ഈ ഫോൺ കിട്ടി. 256 GB 128 GB സെയിം പ്രൈസ് ആണെന്ന് അവർ പറയുന്നത്. ഫ്ലിപ്കാർട്ടിൻ്റെ ഓപ്പൺ ബോക്സ് ഡെലിവറി ആയിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്കറിയാം, കുറേ സ്കാംസ് നടക്കുന്നുണ്ട് ഫ്ലിപ്കാർട്ട് ആമസോണിലൊക്കെ. പാക്കിങ് സമയത്താണ് തോന്നുന്നത് ഇവർ ഫോണുള്ളത് മാറ്റിയിട്ട് അതിൻ്റെ ഉള്ള ടൈലോ എന്തെങ്കിലും ബ്രിക്കോ അങ്ങനെ എന്തെങ്കിലും അതേ വെയിറ്റുള്ള എന്തെങ്കിലും ഒരു സാധനം ഇടും. നമ്മൾ ഫോൺ തുറന്നു കഴിയുമ്പോഴായിരിക്കും അയ്യോ ഇത് ഫോണല്ലല്ലോ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഓപ്പൺ ബോക്സ് ഡെലിവറി ഉണ്ട് മിക്കതിൽ ആമസോണിൽ ഇലക്ട്രോണിക്സ് ഐറ്റംസിന്. അപ്പോൾ ഈ ഫോൺ മേടിക്കാനുണ്ടായ കാരണം ഇതാണ്. പിന്നെ ഇതിൻ്റെ ഇപ്പോൾ അൺബോക്സിങ് വീഡിയോ നമ്മൾ ചെയ്യുന്നു. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേനും എന്തുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഈ ഫോൺ സജസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് മെയിനായിട്ട് ഞാനിവിടെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് ഇവരുടെ പ്രമോഷനോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇത് ഞാനിത് കഴിഞ്ഞ കൊല്ലം ഞാൻ എൻ്റെ മമ്മിക്ക് CMF ഫോൺ 1 മേടിച്ചിരുന്നു. അപ്പോൾ അതിലെനിക്ക് കിട്ടിയത് എക്സ്പീരിയൻസ് സൂപ്പർബ് ആയിരുന്നു. കാര്യം ക്ലീൻ UI ആണ്. അതുപോലെ ക്യാമറ പെർഫോമൻസ് ഈ പ്രൈസ് റേഞ്ചിലുള്ളതിൽ എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ ബെസ്റ്റ് തന്നെയാണ്. മോട്ടറോളയൊക്കെ എനിക്ക് അത്രയും അങ്ങ് തോന്നുന്നില്ല, റിവ്യൂസ് ഒന്നും കണ്ടിട്ട് അത്രയും അങ്ങോട്ട് പെർഫെക്റ്റ് പിക്ചർ ക്വാളിറ്റി ഒന്നും നമുക്ക് കിട്ടിയെന്ന് വരില്ല. പക്ഷേ CMFൽ അത്യാവശ്യം നല്ല ക്യാമറ പെർഫോമൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പുള്ളിക്കാരിക്ക് ഞാനിത് 2 Pro സജസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇതിപ്പോൾ ഒരു യൂസ്ഡ് റിവ്യൂ ആയിട്ടല്ല, ഇതിപ്പോൾ ഞാനൊരു അൺബോക്സിംഗ് ആണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങൾക്ക് ത്രൂ ഔട്ട് ഞാൻ വീഡിയോയിൽ ഞാനത് എക്സ്പീരിയൻസ്, ക്യാമറ പെർഫോമൻസ്, വീഡിയോ പെർഫോമൻസ്, യൂസർ എക്സ്പീരിയൻസ്, UI എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നു, ഇതിലുള്ള ഫീച്ചേഴ്സ്, ആക്സസറീസ് അവൈലബിൾ ആയി തുടങ്ങിയിട്ടില്ല, നമുക്ക് അറ്റാച്ച് ചെയ്യാൻ ഡിറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇതിൽ. അതുപോലെ ഫോട്ടോ വീഡിയോ ക്വാളിറ്റി ഇതെല്ലാം ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സമയങ്ങളാതെ വേഗം വീഡിയോയിലോട്ട് പോയാലോ. കമാ. അപ്പോൾ ഗൈസ്, ഇതാണ് ഫോണിൻ്റെ ബോക്സ് എടുത്താൽ ആദ്യം തന്നെ ബാക്ക് സൈഡിൽ ഫോണിൻ്റെ വേരിയൻറ്റ് ഡീറ്റെയിൽസ്, സ്റ്റോറേജ് ഓപ്ഷൻ, പ്രൈസ് ഇൻഫർമേഷൻ. ബോക്സ് ഓപ്പൺ ചെയ്താൽ ആദ്യം തന്നെ കാണുന്നത് നത്തിങ്ങിൽ നിന്നുള്ള വെൽക്കം മെസ്സേജ് ആണ്. അടുത്തത് ഫോൺ തന്നെ. ഫോൺ കയ്യിൽ എടുത്താലൊരു ലൈറ്റ് വെയിറ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. ഫോൺ തൽക്കാലം മാറ്റി വയ്ക്കാം. അതിന് ശേഷം അതിനുള്ളൊരു സിം എജക്റ്റിംഗ് ടൂൾ കൊടുത്തിട്ടുണ്ട്. അത് CMFൻ്റെ ബ്രാൻഡിങ് കളറിലുള്ള ഒരു സിം എജക്റ്റിംഗ് ടൂൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഒരു അഡാപ്റ്റർ 45 വാട്ടിൻ്റെ ഒരു പവർ അഡാപ്റ്റർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു C to C ടൈപ്പ് ചാർജിങ് കേബിളും ഉണ്ട്. പിന്നെ ഒരു ട്രാൻസ്പെറൻറ്റ് ഫോൺ കേസാണ് കൊടുത്തിട്ടുള്ളത്. ക്വാളിറ്റി ബേസിക് ആയിട്ടുള്ളൊരു ക്വാളിറ്റി ഉള്ളൊരു കേസ്. അടുത്തത് ഫോൺ തന്നെ. ഫോൺ കയ്യിലെടുത്താൽ ആദ്യം ഫീൽ ചെയ്യുന്നൊരു കാര്യം ബിൽഡ് ക്വാളിറ്റിയാണ്. പ്ലാസ്റ്റിക് ബോഡി ആണെങ്കിലും ചീപ്പായിട്ടൊന്നും ഫീൽ ചെയ്യത്തില്ല. റിയറിൽ നമുക്കൊരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിട്ടുള്ളത്. മെയിൻ ക്യാമറ ഒരു 50 മെഗാ പിക്സൽ വൈഡ് ആംഗിൾ ക്യാമറയാണ്. അതിനൊപ്പം ഒരു 50 മെഗാ പിക്സലിൻ്റെ ഒരു ടെലിഫോട്ടോ ക്യാമറ വിത്ത് 2x ഒപ്റ്റിക്കൽ സൂമും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 8MP ഒരു അൾട്രാ വൈഡ് ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് സൈഡിൽ നമുക്കൊരു 60 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ മാത്രമാണുള്ളത്. ഇപ്പോൾ ഫോണൊന്ന് സൈഡ് വ്യൂ നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ വോളിയം റോക്കർ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ പവർ ബട്ടണും ഒരു കസ്റ്റം ബട്ടണും കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് എനിക്ക് തോന്നുന്നു ഡെഡിക്കേറ്റഡ് ക്യാമറ ബട്ടണായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് കസ്റ്റമൈസേഷൻ ചെയ്യാൻ പറ്റുമായിരിക്കും ആ ബട്ടൺ. അത് ഞാൻ യൂസ് ചെയ്തിട്ട് വേറൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. പിന്നെ ബോട്ടം സൈഡിൽ വരികയാണെങ്കിൽ ഒരു സിം ട്രേ, മൈക്രോഫോൺ, പിന്നെ ഒരു മോണോ സ്പീക്കറാണ് കൊടുത്തിട്ടുള്ളത്. അതൊരു പോരായ്മയാണ്. ഒരു സ്റ്റീരിയോ സ്പീക്കറിന് പകരം മോണോ സ്പീക്കറാണ് എപ്പോഴും കൊടുക്കുന്നത്. സിം ട്രേ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ 2 സിം സപ്പോർട്ട് ചെയ്യും, ഇല്ലെങ്കിൽ ഒരു സിമ്മും ഒരു മൈക്രോ SD കാർഡും ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഫോൺ ഓൺ ചെയ്യാം. പവർ ഓൺ ചെയ്താൽ നത്തിങ്ങിൻ്റെ ക്ലീൻ വെൽക്കം സ്ക്രീൻ വരും. ആദ്യം സിം ഇൻസേർട്ട് ചെയ്യാൻ പറയും. അപ്പോൾ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റപ്പ് കംപ്ലീറ്റ് ആയി നേരെ നമുക്ക് ഹോം സ്ക്രീനിലെത്താം. ഹോം സ്ക്രീൻ തുറക്കുമ്പോൾ തന്നെ മനസ്സിലാവും UI വളരെ ക്ലീൻ ആണ്. സ്മൂത്ത്, ക്ലട്ടർ ഫ്രീ ആയിട്ടുള്ളൊരു UI. നത്തിങ് OS ബേസ്ഡ് UI ആണിത്. അൺവാണ്ടഡ് ആപ്സ് ഒന്നുമില്ല. പ്രീ ഇൻസ്റ്റാൾഡ് ആയി ഒന്നും വരുന്നില്ല.
സ്ക്രോളിങ്ങും സ്വിച്ചിങ് ആനിമേഷനും എല്ലാം വളരെ സൂപ്പർ സ്മൂത്താണ്. കാരണം ഇതിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. AMOLED ഡിസ്പ്ലേ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നത്. പിന്നെ ഡെയിലി യൂസിൽ ആ ഫോൺ വളരെ ഫാസ്റ്റായിട്ട് ഫീൽ ചെയ്യുള്ളൂ. കസ്റ്റമൈസേഷൻ നല്ല കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഐക്കൺസ്, വിഡ്ജറ്റ്സ് അതെല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യാം. സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഫീൽ പോലെ നമുക്ക് തോന്നും. പിന്നെ ക്യാമറയുടെ പാർട്ടിലേക്ക് വരുമ്പോൾ ക്യാമറ ആപ്പ് ഓപ്പൺ ചെയ്താൽ ഫോട്ടോ, വീഡിയോ, പോർട്രേറ്റ് മോഡ് എല്ലാം ഈസി ടു യൂസ് ആണ്. ഡേ ലൈറ്റ് ഫോട്ടോസ് ഷാർപ്പാണ്. കളർ നാച്ചുറൽ ആയിട്ട് തോന്നും. പോർട്രേറ്റ് മോഡിൽ എഡ്ജ് ഡിറ്റക്ഷൻ നല്ല ഡീസൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. മാത്രമല്ല പോർട്രേറ്റ് മോഡിൽ നമുക്ക് 4x വരെ സൂം ചെയ്യാൻ പറ്റും. വീഡിയോ റെക്കോർഡിംഗ് അത്യാവശ്യം സ്റ്റേബിൾ ആണ്. സോഷ്യൽ മീഡിയയ്ക്ക് പെർഫെക്റ്റ്ലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോണാണ്. നല്ലൊരു ഔട്ട്പുട്ട് കിട്ടും. പിന്നെ പ്രോ മോഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ISO, വൈറ്റ് ബാലൻസ്, ഷട്ടർ സ്പീഡ് പോലെയുള്ള മാനുവൽ കൺട്രോൾസ് അഡ്ജസ്റ്റ് ചെയ്യാം. ഫോട്ടോഗ്രാഫി ബേസിക്സ് അറിയാവുന്നവർക്ക് എക്സ്പെരിമെൻറ്റേഷൻ ചെയ്യാൻ നല്ല കുറേ ഓപ്ഷൻസ് ഇതിലുണ്ട്. ലോ ലൈറ്റിൽ ഫോട്ടോസ് യൂസബിൾ ആണ്. പക്ഷേ അൾട്രാ പ്രീമിയം ക്യാമറ പെർഫോമൻസ് എക്സ്പെക്ട് ചെയ്യരുത്. ഇത് ഞാൻ എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസാണ്. അത് അതിൻ്റെ പല സൂം റേഞ്ച്, അതുപോലെ പല മോഡ്സിൽ എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസാണ്. ഏതൊരു മോഡൽ എടുത്തു കഴിഞ്ഞാലും നല്ല ക്രിസ്പായിട്ടുള്ള ഫോട്ടോസും നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഈവൻ മാക്രോ ഫോട്ടോഗ്രാഫിയും. ഓവറോൾ എക്സ്പീരിയൻസ് നോക്കി കഴിഞ്ഞാൽ ഈ പ്രൈസ് റേഞ്ചിൽ CMF ഫോൺ 2 ഒരു വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു സ്മാർട്ട് ഫോണാണ്. ക്ലീൻ സോഫ്റ്റ്വെയർ, സ്മൂത്ത് പെർഫോമൻസ്, ഗുഡ് ഡിസ്പ്ലേ, ഡീസൻറ്റ് ക്യാമറ എല്ലാം മിക്സായി കിട്ടുന്നൊരു ഫോൺ. അതുകൊണ്ട് ഇപ്പോൾ ഈ ബഡ്ജറ്റ് റേഞ്ചിൽ നല്ല സിമ്പിൾ, സ്മൂത്ത്, ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ നിങ്ങൾക്ക് ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യുന്നതാണ്. ഇത് ഈ ചാനലിൽ എൻ്റെ ആദ്യത്തെ ടെക് വീഡിയോ ആണ്. കണ്ടന്റ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. എനിക്കും ഒരു ഇൻസ്റ്റാഗ്രാം പേജും ഉണ്ട്. അപ്പോൾ അത് ഈ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിലും ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഉപകാരപ്രദമായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.